പാലക്കാട് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി മാറുന്ന മറ്റൊരു പദ്ധതിയായ മരമില്ല് മഖ്സുൽ ഹുദായ മൌലാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കുള്ള പുതിയ റോഡ് നാടിനായി സമർപ്പിച്ചു. MP ഫണ്ടിൽ നിന്നും 22 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ഗ്രാമീണ മേഖലയിലെ വികസനം മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ളതാണ്. റോഡുകളും പാലങ്ങളും പോലുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ എളുപ്പമാക്കുകയും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ കൂടുതൽ സജീവമാക്കുകയും ചെയ്യുന്നു. ഈ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയുടെ പ്രതീകമാണ് ഈ സ്കൂളിലേക്കുള്ള പുതിയ റോഡ്. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ സഹായകരമായിരിക്കും. വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടുതൽ സഹായം നൽകുവാനും വികസന പദ്ധതികൾ തുടർച്ചയായി നടപ്പാക്കുവാനും ഞാൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് MP ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. നമ്മുടെ ഉസ്താദിന്റെ കഴിഞ്ഞ സിൽവർ ജൂബിലി ആഘോഷവേളയിലുള്ള അഭ്യർത്ഥന ഇപ്പോഴും എന്റെ മനസ്സിൽ നിൽക്കുകയാണ്. ഇത്രയേറെ സൗമ്യമായി ഒരു കാര്യം അദ്ദേഹം അവതരിപ്പിച്ചത് മനസ്സിൽ തട്ടുന്ന തരത്തിലാണ്. കാരണം അദ്ദേഹം ആമുഖമായി പറഞ്ഞു, ഞങ്ങൾ പാവപ്പെട്ട ആളുകളാണ് ഇവിടെ ഉള്ളത്, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സ്ഥലമാണ്, ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്, പലയിടത്തും ആവശ്യപ്പെട്ടു, പലരെയും സമീപിച്ചു, പക്ഷേ ഇതുവരെയും നടപ്പിലായില്ല. അതുകൊണ്ട് ഇവിടേക്ക് ഉള്ള ഈ കല്ലും മുള്ളും നിറഞ്ഞ റോഡ് എത്രയും പെട്ടെന്ന് താങ്കളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധാനത്തിലോ ഫണ്ട് ലഭ്യമാക്കി ഇത് ഗതാഗത യോഗ്യമാക്കണമെന്നുള്ള ആ അഭ്യർത്ഥന അത് കേട്ടാൽ ഒരു മനുഷ്യന് അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ളത് കേൾക്കുമ്പോൾ അത്രയും പലരും പല സ്ഥലത്ത് ചെല്ലുമ്പോൾ ആധികാരികമായിട്ടൊക്കെ പറയും, കണിശമായിട്ടൊക്കെ പറയും. പക്ഷെ ഇത്രയും സൗമ്യമായി ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായി അവതരിപ്പിച്ചത് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള വ്യഗ്രതയാണ് എനിക്കുണ്ടായത്. ആ വേദിയിൽ വെച്ച് തന്നെ തീർച്ചയായിട്ടും വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ എന്ന് കരുതി എഞ്ചിനീയറെ വിളിച്ചു ചോദിച്ചാണ് അന്നത്തെ ഫണ്ട് പ്രഖ്യാപിച്ചത്. പക്ഷെ അത് പകുതിയാവുള്ളൂ എന്ന് പണി തുടങ്ങുമ്പോഴാണ് അറിയുന്നത്. ആദ്യഘട്ടം നമുക്ക് പകുതി തീർത്തു, രണ്ടാം ഘട്ടമാണ് ഇപ്പൊ തീർത്തിരിക്കുന്നത്. ആ 22 ലക്ഷം രൂപ ചെലവാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജനപ്രതിനിധികൾക്കും പഞ്ചായത്തും, നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, MLA എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് വികസന പ്രവർത്തനം നടക്കുന്നത്. പക്ഷേ 4 നൂറ്റാണ്ട് പിന്നിട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, ഇവിടേക്കുള്ള വഴി അത് വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നി. കാരണം എത്രയോ തലമുറകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണ്, അവരെ സമൂഹത്തിൽ ഉത്തരവാദിത്വമുള്ള പൌരന്മാരാക്കുകയാണ്. വിദ്യാഭ്യാസം എന്നുള്ളതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് അതാണ്, യഥാർത്ഥ പൌരന്മാരെ നമ്മൾ സൃഷ്ടിക്കുകയാണ്. ആ സൃഷ്ടി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകാപരമായ ഒരു പ്രവൃത്തിയാണ്. എല്ലാവരും വ്യക്തികളാണ്. ആ വ്യക്തികൾ ജനിക്കുമ്പോൾ തന്നെ വ്യക്തികൾ, മരിക്കുന്നവരെ വ്യക്തികളാണ്. പക്ഷെ അവരെ പൌരബോധമുള്ളവരാക്കുക, സമൂഹ ജീവികളാക്കുക എന്നുള്ളത് മഹത്തായ കർമ്മമാണ്. അപ്പൊ ആ വിദ്യാഭ്യാസ കർമ്മം കഴിഞ്ഞ 4 നൂറ്റാണ്ടായി ഇവിടെ ചെയ്യുകയാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ സൃഷ്ടിച്ച്, അത്രയേറെ പൌരന്മാരെ സൃഷ്ടിച്ച് സമൂഹത്തിന് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുകയാണ്. മതപരമായിട്ട് മാത്രമല്ല, ഭൗതികമായിട്ടുള്ള വളർച്ചയും വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങളും ഓരോ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ ഓരോ കുടുംബമാണ് അതിന്റെ പിന്നിൽ പ്രധാനമായും രക്ഷപ്പെടുന്നത്. അപ്പൊ ഈ മഹത്തായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഒരു താങ്ങും തണലുമായിട്ടാണ് എനിക്ക് ഈ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന, ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. മാനേജർ അഷ്റഫ് കൊമ്പത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മർക്കസുൽ ഹിദായ ചെയർമാൻ KK അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷനായി. മർക്കസുൽ ഹിദായയുടെ ജനറൽ സെക്രട്ടറി കൻസുൽ ഫുഖ KP ഉസ്താദ് മുഖ്യപ്രഭാഷണം നടത്തി. ഒരു രാഷ്ട്രീയ നേതാവിന്റെ മഹത്വം വാക്കുകളിലല്ല, പ്രവൃത്തികളിലാണ് തെളിയുന്നത്. ശ്രീകണ്ഠൻ സാറിന്റെ പ്രവർത്തനങ്ങൾ അതിന് മികച്ച ഉദാഹരണമാണെന്ന് ഉസ്താദ് പറഞ്ഞു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ശ്രീദേവി ടീച്ചർ, വൈസ് പ്രിൻസിപ്പൽ അബ്ദുൽ ബാസിദ് നുസ്രി, ട്രസ്റ്റ് മെമ്പർ സൈനുദ്ദീൻ ഹാജി, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, PTA പ്രസിഡന്റ് PP നാസർ വേങ്ങ, കൂട്ടോപ്പാടം പഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, കല്ലടി അബൂബക്കർ, പാറശ്ശേരി ഹസൻ, ഉമർ മനിച്ചിത്തൊടി, ഹമീദ് കൊമ്പത്ത്, ഹസൻ കൊമ്പത്ത്,
റഷീദ് കോട്ടോപ്പാടം, അബ്ദുറഹ്മാൻ എം, അലി അൽ ഹസ്നി മുക്കം, സഹീർ മുസ്ലിയാർ, മൊയ്തീൻ അൽ ഹസനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ സദസ്സിൽ അനുമോദിച്ചു.